അടുത്തതായി നോക്കാൻ പോകുന്നത് ആർക്ക് എന്ന ടൂളിനെ കുറിച്ചിട്ടാണ്. ആർക്കിന് ഷോർട്ട് കീ എന്ന് പറയുന്നത് എ എൻ്റർ എന്നാണ്. ആർക്കിന് സബ് ഡിവിഷൻസ് നോക്കുന്നുണ്ട്, ഒരുപാട് സബ് ഡിവിഷൻസ് കിടപ്പുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3 പോയിൻ്റ് ആർക്കാണ്. 3 പോയിൻ്റ് ആർക്ക് എടുത്തു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിന് ബേസ് ആർക്ക് ഫോംസ് ആയിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് സെൻറ്റർ എൻഡ് ആണ്. അടുത്ത് സ്റ്റാർട്ട് സെൻറ്റർ ആംഗിൾ, സ്റ്റാർട്ട് സെൻറ്റർ ലെങ്ത്. ഈ 3 ഓപ്ഷൻസും സെയിം തന്നെയാണ് ഇവിടെ കിടക്കുന്ന 3 ഓപ്ഷൻസ്. അതായത് സെൻറ്റർ സ്റ്റാർട്ട് എൻഡ്, ഇവിടുത്തെ ആകുമ്പോൾ സ്റ്റാർട്ട് സെൻറ്റർ എൻഡ്, പൊസിഷൻ മാറി കിടക്കുന്നതേ ഉള്ളൂ. അടുത്ത് സെൻറ്റർ സ്റ്റാർട്ട് ആംഗിൾ, സെൻറ്റർ സ്റ്റാർട്ട് ലെങ്ത്, ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിലെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. സ്റ്റാർട്ട് സെൻറ്റർ എൻഡ്. അതിനുവേണ്ടി ഞാൻ ലൈൻ ഡ്രോ ചെയ്യുകയാണ്. അടുത്ത ഓപ്ഷൻ എടുത്തു. സ്റ്റാർട്ട് സെൻറ്റർ എൻഡ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തു, എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ആർക്ക് താഴെയാണ് ഫോം ആയിട്ടുള്ളത്. എനിക്ക് താഴെയല്ല മുകളിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാർട്ടിംഗ് പോയിന്റ് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യണം. സ്റ്റാർട്ട് സെൻറ്റർ എൻഡ് ഉണ്ടോ? അപ്പോൾ ആർക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് സെൻറ്റർ ആംഗിൾ ആണ്. റൈറ്റ് സൈഡിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുത്തു, സെൻറ്റർ പോയിന്റ് എടുത്തു. എത്ര ആംഗിളാണ് വേണ്ടത്? 45 ടൈപ്പ് എടുത്താൽ 45 ആംഗിൾ മേക്ക് ആയിട്ടുണ്ടാകും. ഓക്കെ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് സെൻട്രൽ ലെങ്ത് ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുത്തു, സെൻറ്റർ പോയിന്റ് കൊടുത്തു. എത്ര ലെങ്ത് വേണം? 20 ലെങ്ത് കൊടുത്താൽ 20 ലെങ്ത് ആയിട്ടുണ്ടാവും. ആർക്ക് ലെങ്ത് 20 ആയിട്ടുണ്ടാവും. അടുത്ത സ്റ്റാർട്ട് എൻഡ് ആംഗിൾ. സ്റ്റാർട്ടിംഗ് പോയിന്റ് അടുത്ത ക്ലിക്ക് ചെയ്യാൻ പോണേ എൻഡ് പോയിന്റാണ് ക്ലിക്ക് ചെയ്യാൻ പോണേ. എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് എത്ര ആംഗിൾ വേണം? 60 കൊടുത്തു കഴിഞ്ഞാൽ 60 ആംഗിൾ ആയിട്ടുണ്ടാവും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് എൻഡ് ഡയറക്ഷൻ എന്നുള്ളതാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തു, എൻഡിങ് പോയിന്റ് കൊടുത്തു. നമുക്ക് കണ്ടോ കൂട്ടുകയോ കുറയ്ക്കാൻ ചെയ്തതിന് ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. അടുത്ത സ്റ്റാർട്ട് എൻഡ് റേഡിയസ്. സ്റ്റാർട്ടിംഗ് പോയിന്റ്, എൻഡിങ് പോയിന്റ്, റേഡിയസിന് വാല്യൂ വന്നിട്ട് 50 കൊടുത്തു വെച്ചോളൂ. ഓക്കെ, റേഡിയസ് 50 ആയിട്ടുണ്ടാവും. അടുത്ത സെൻറ്റർ സ്റ്റാർട്ട് എൻഡ്, അതായത് ഫസ്റ്റ് സെൻറ്റർ പോയിന്റ്, ദെൻ റൈറ്റ് സൈഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ദെൻ എൻഡ് പോയിന്റ്. ഓക്കെ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സെൻറ്റർ സ്റ്റാർട്ട് ആംഗിൾ. സെൻറ്റർ പോയിന്റ്, റൈറ്റ് സൈഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, അടുത്ത എത്ര ആംഗിളാണ് വേണ്ടത്? 60 ആംഗിൾ കൊടുത്താൽ 60 ആംഗിൾ ആയിട്ടുണ്ടാവും. അടുത്ത സെൻറ്റർ സ്റ്റാർട്ട് ലെങ്ത്. സെൻറ്റർ പോയിന്റ്, ദെൻ സ്റ്റാർട്ടിംഗ് പോയിന്റ്, എത്ര ലെങ്താണ് വേണ്ടത്? 20 കൊടുക്കൽ 20 ലെങ്ത് ആയിട്ടുണ്ടാവും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്ത് നിർത്തിയ ആർക്ക് ഏതാണോ അതിന് കണ്ടിന്യൂസ് ആയിട്ടാണ്, ടാൻജൻ്റ് ആയിട്ട് ആർക്ക് സ്റ്റാർട്ട് ആവും. കണ്ടോ? ഓക്കെ, സെലക്ട് ഡിലീറ്റ് ചെയ്തു. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? റെക്റ്റാങ്കിൾ എടുക്കാൻ വേണ്ടി ഞാൻ ഷോർട്ട് കീ എന്ന് പറയുന്നത് REC എന്നാണ്. റെക്റ്റാങ്കിൾ എടുത്തു, ഫസ്റ്റ് പോയിന്റ് കൊടുക്കുക, ദെൻ സെക്കൻഡ് പോയിന്റ് കൊടുത്തു, റെക്റ്റാങ്കിൾ ഫോം ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും റെക്റ്റാങ്കിൾ എടുത്തു. അപ്പോൾ കുറേ സബ് ഡിവിഷൻസ് കിടപ്പുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചേംഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചേംഫർ എന്താണെന്ന് അറിയണം. ചേംഫർ മീൻസ് നമുക്കിവിടെ 90 ഡിഗ്രിയാണ്. എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറി, ഇവിടെ നിന്ന് മാറിയിട്ടും എക്സും വൈ ഡിസ്റ്റൻസ് കുറച്ച് മാറി ഒരു ഇൻക്ലൈൻ ലൈൻ ഫോം ആണ്. അതിന് ചേംഫർ എന്ന് പറയുന്നത്. അപ്പോൾ ചേംഫർ എടുത്തു, എക്സ് എന്നുള്ള വാല്യൂ 5 കൊടുത്തു, എൻ്റർ ചെയ്ത്. വൈ എന്നുള്ളതും 5 കൊടുത്തു, എൻ്റർ ചെയ്തു. റെക്റ്റാങ്കിൾ വെച്ച് നോക്കി കണ്ടോ? അവിടെ ഇവിടെ നിന്ന് 5 മാറി, ഇവിടെ നിന്ന് 5 മാറി, ഇൻക്ലൈൻ ലൈൻ മേക്ക് ആയിട്ടുണ്ട്. മുന്നേ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് വർക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ എൻ്റർ ചെയ്തു. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്താണ്? ഫില്ലറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫില്ലറ്റ് മീൻസ് എനിക്കിവിടെ കർവ്ഡ് ഷേപ്പ് വേണമെങ്കിൽ ഫില്ലറ്റ് യൂസ് ചെയ്യാം. ഫില്ലറ്റിൻ്റെ റേഡിയസ് വേണം. അപ്പോൾ കർവ്ഡ് ഷേപ്പ് ആണെങ്കിൽ അതിന് റേഡിയസ് വേണം. റേഡിയസിന് വാല്യൂ 5 കൊടുത്ത് എൻ്റർ ചെയ്തു. ദെൻ റെക്റ്റാങ്കിൾ വെച്ചപ്പോൾ അവിടെ കർവ്ഡ് ഷേപ്പ് കിട്ടി. എൻ്റെ റിപ്പീറ്റ് ചെയ്തു. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് തിക്നെസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എത്ര തിക്നെസ് വേണം? തിക്നെസ് എടുത്തു, അതിൽ 1 കൊടുത്തു, എൻ്റർ ചെയ്തു. തിക്നെസ് പക്ഷേ ഇതിലേക്കൊന്നും കാണുന്നില്ല. തിക്നെസ് ഇതിൽ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പാൻ ചെയ്ത് നോക്കണം. അതിന് ഒന്ന് വ്യൂ ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി ടോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക്കോ അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂസ് ഇട്ട് നോക്കുക. കണ്ടോ തിക്നെസ് വന്നിട്ടുണ്ട്. അതല്ല എങ്കിൽ ഷിഫ്റ്റ് നിൽക്കുക, മൗസിന് സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് പാൻ ചെയ്താൽ മതി, റൊട്ടേറ്റ് ആയി കിട്ടുന്നുണ്ടാവും. പഴയതുപോലെ ആകാൻ വേണ്ടി കസ്റ്റം വീൽ ക്ലിക്ക് ചെയ്ത് ടോപ്പ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പഴയതുപോലെ ആയിട്ടുണ്ടാവും. വീണ്ടും റെക്റ്റാങ്കിൾ എടുത്തു. അടുത്ത ഓപ്ഷൻ എലിവേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എലിവേഷൻ എടുത്തിട്ട് അതിൻ്റെ വാല്യൂ 100 കൊടുത്തു, എൻ്റർ ചെയ്തു. എന്നിട്ട് റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്തു.
അതിന് ഇനി ഒന്ന് ചേഞ്ച് നോക്കി, വ്യൂ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ ആ പ്ലെയിനിൽ നിന്ന് 100 ആണ് മുകളിലോട്ടാണ് നിൽക്കുന്നത് ആ റെക്റ്റാങ്കിൾ. അതാണ് എലിവേഷൻ എന്ന് പറയുന്നത്. അത് പഴയതുപോലെ ആകാൻ വേണ്ടി കസ്റ്റം വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക, ടോപ്പ് കൊടുക്കുക. വീണ്ടും റെക്റ്റാങ്കിൾ എടുത്തു. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വിഡ്ത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ വിഡ്ത്ത് എടുത്തു. എത്ര വീതിയാണ് നമുക്ക് ആവശ്യമുള്ളത് അത് വാല്യൂ ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. പിന്നെ റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്താൽ ആ വീതിയിലാവും കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്ത വാല്യൂസ് എല്ലാം പഴയതുപോലെ എന്ത് ചെയ്തു, 0 കൊടുക്കാൻ പോകുന്നു. ചേംഫർ വാല്യൂ സ്റ്റാർട്ടിങ് 0 എൻ്റർ, എൻഡിങ്ങും 0 എൻ്റർ, എലിവേഷൻ 0 എൻ്റർ, ഫില്ല് 0 എൻ്റർ, തിക്നെസ് 0 എൻ്റർ, വിഡ്ത്ത് 0 എൻ്റർ. ഇതെല്ലാം റെക്റ്റാങ്കിൾ എടുത്തപ്പോഴാണ് സബ് ഡിവിഷൻസ് എല്ലാം കാണിച്ചത്. ഇത് ഞാൻ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ വീണ്ടും 3 ഓപ്ഷൻസ് ഉണ്ട്: ഏരിയ, ഡയമെൻഷൻ, റൊട്ടേഷൻ. ഫസ്റ്റിലെ ഏരിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. എത്ര ഏരിയയാണ് നമുക്ക് ആവശ്യമുള്ളത് ആ ഏരിയ ടൈപ്പ് കൊടുക്കുക. ഞാൻ 500 ഏരിയ എനിക്ക് ആവശ്യമുള്ളത്, 500 ടൈപ്പ് എടുത്തു, എൻ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഫാക്ടർ കൊടുത്തേ പറ്റൂ. ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത് എനിക്ക് കൊടുത്തേ പറ്റുള്ളൂ. ലെങ്ത് ക്ലിക്ക് ചെയ്തു, 50 ലെങ്ത് കൊടുത്തു. 50 ലെങ്തുള്ള 500 ഏരിയയുള്ള റെക്റ്റാങ്കിൾ ഫോം ആയിട്ടുള്ളൂ. ഓക്കെ, വീണ്ടും ഞാൻ റെക്റ്റാങ്കിൾ എടുത്തു. ഇതിന് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ എന്നുള്ളതാണ്. എനിക്ക് ലെങ്തും വിഡ്ത്തും എനിക്ക് അറിയാമെങ്കിൽ ഡയമെൻഷൻ ഓപ്ഷൻ എടുക്കുക. ഡയമെൻഷൻ എടുത്തും 50 എൻ്റർ, ദെൻ 50 എൻ്റർ. അപ്പോൾ എനിക്ക് സ്ക്വയർ മേക്കായിരുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെ സ്ക്വയർ കിട്ടിയിട്ടുണ്ടാവും. വീണ്ടും റെക്റ്റാങ്കിൾ എടുത്തു. ഇതിന് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അടുത്ത റൊട്ടേഷൻ ഓപ്ഷൻ, എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് നിൽക്കണം. റൊട്ടേഷൻ എടുത്തു, 45 ആംഗിൾ എടുത്തു, എൻ്റർ ചെയ്തു. ഉണ്ടോ, റൊട്ടേറ്റ് കിട്ടി. വീണ്ടും റെക്റ്റാങ്കിൾ എടുക്കുമ്പോൾ ആ റൊട്ടേഷൻ കാണിക്കുന്നുണ്ടാവും. അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, റൊട്ടേഷനിൽ പോയിട്ട് 0 ആംഗിൾ എടുത്താൽ പഴയതുപോലെ ആയിട്ടുണ്ടാവും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പോളിഗൺ എന്ന ഓപ്ഷൻ ഉണ്ട്. പോളിഗൺ എടുത്തു. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ട്, എത്ര ഞാൻ സൈഡ്സ് വേണമെന്ന്. പോളിഗൺ 6 സൈഡ് വേണമെങ്കിൽ 6 സൈഡ് കൊടുക്കുക, എൻ്റർ ചെയ്യുക. ദെൻ സ്പെസിഫൈ സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തെടുത്തു. അപ്പോൾ 2 ഓപ്ഷൻസ് വീണ്ടും ഉണ്ട്. ഇൻസ്ക്രൈബ്ഡ് സർക്കിളുണ്ട്, സർക്കംസ്ക്രൈബ്ഡ് സർക്കിളുണ്ട്. ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ എടുത്തു. ആ റേഡിയസിൻ്റെ വാല്യൂ വന്നിട്ട് 20 എടുത്തു. അപ്പോൾ ഇത് പോളിഗൺ കിട്ടി. എത്ര സൈഡ്സുള്ള പോളിഗൺ കിട്ടിയിട്ടുണ്ട്. വീണ്ടും സെയിം റെക്റ്റാങ്കിൾ പോളിഗൺ എടുത്തു. സൈഡ് 6 എടുത്തു, എൻ്റർ ചെയ്തു. സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് സർക്കംസ്ക്രൈബ്ഡാണ് കൊടുക്കാൻ പോകുന്നത്. അതും കൊടുത്തു. റേഡിയസിൻ്റെ വാല്യൂ 20 കൊടുത്തു. പക്ഷേ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ചേഞ്ച് ചെയ്ത് ആകെ ഒറ്റ പോർഷനാണ് സർക്കംസ്ക്രൈബ്ഡും ഇൻസ്ക്രൈബ്ഡും. ഡിഫറൻസ് ഒന്നുമില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി ഞാൻ ഇപ്പോൾ സർക്കിൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ 20 റേഡിയസ് സർക്കിൾ ഞാൻ കൊടുത്തു. അപ്പോൾ സർക്കിളിനകത്താണ് ഒന്ന് ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ. ഇതാകുമ്പോൾ സർക്കിളിന് പുറത്താവും കിട്ടുന്നത്. 20 റേഡിയസ് കൊടുത്തു കഴിഞ്ഞാൽ സർക്കിളിന് പുറത്താവും കിട്ടുന്നത്. അതാണ് ഇൻസ്ക്രൈബ്ഡ് സർക്കിളും സർക്കംസ്ക്രൈബ്ഡ് സർക്കിളും. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എലിപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ എലിപ്സ് എന്താണെന്ന് നോക്കാം. എലിപ്സിന് മെയിനായിട്ട് 2 ആക്സിസ് ആണുള്ളത്. മേജർ ആക്സിസും ഉണ്ട്, മൈനർ ആക്സിസും ഉണ്ട്. ഫസ്റ്റ് എലിപ്സ് എടുത്തു. എലിപ്സിൻ്റെ സെൻറ്റർ ആക്സിസ് എന്ന ഓപ്ഷൻ എടുത്തു. ഇതിന് സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തു. മേജർ സ്ട്രൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓർത്തോ ഓൺ ചെയ്ത് കൊടുത്തു. ഇത് മേജറാണ്, ലെങ്ത് കൂടിയത് മേജറും ലെങ്ത് കുറഞ്ഞത് മൈനറും. ഇങ്ങോട്ട് ഞാൻ 20 ഡിസ്റ്റൻസ് കൊടുത്തു, 20 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തു. ഇങ്ങോട്ട് ഞാൻ 40 കൊടുത്തു കഴിഞ്ഞാൽ ഇതാവും മേജർ ആക്സിസ്. 20 കുറച്ച് കൊടുത്താൽ ഇതാവും മൈനർ ആക്സിസ്. ഇപ്പോൾ 10 കൊടുത്തു കഴിഞ്ഞാൽ മേജർ ആക്സിസ്. അപ്പോൾ എലിപ്സ് ഫോം ആയിട്ടുണ്ട്. അടുത്ത ആക്സിസ് എൻഡ് മെത്തേഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് സെൻറ്റർ പോയിന്റാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ എൻഡ് ടു എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് പോയിന്റ്, ദെൻ സെക്കൻഡ് പോയിന്റ് കണ്ടാവും. അടുത്ത ആക്സിസ് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സെൻറ്ററിൽ നിന്ന് ആക്സിസിൻ്റെ വാല്യൂ എത്ര, 20 ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കും. 20 കൊടുക്കണം എന്ന് വെച്ചുള്ള ജസ്റ്റ് എലിപ്സ് ആയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത എലിപ്റ്റിക്കൽ ആർക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. എലിപ്സിൻ്റെ പോർഷൻ മാത്രം മതിയെങ്കിൽ എലിപ്റ്റിക്കൽ ആർക്ക് എടുക്കുക. ഇതും എൻഡ് ടു എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എൻഡ്, ദെൻ സെക്കൻഡ് എൻഡ്, ദെൻ സെൻറ്ററിൽ നിന്ന് അടുത്ത ആക്സിസിൻ്റെ വാല്യൂ കൊടുത്തു. ദെൻ കുറച്ച് പോർഷൻ കട്ട് ചെയ്യണം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആ പോയിന്റ് ക്ലിക്ക് കൊടുക്കുക, ക്ലോക്ക് വൈസ് കൊണ്ടുപോവുക. കണ്ടോ, കട്ടായിട്ടുണ്ടാവും. ഒന്നുകൂടെ പറയാം. സെൻറ്റർ ആക്സിസ് എടുത്താൽ സെൻറ്റർ പോയിന്റ്, ഫസ്റ്റ് ആക്സിസ്, സെക്കൻഡ് ആക്സിസ് എലിപ്സ് ആയിട്ടുണ്ട്. അടുത്താണെങ്കിൽ എൻഡ് ടു എൻഡ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ആക്സിസ് എൻഡ് ആകുമ്പോൾ ഫസ്റ്റ് പോയിന്റ്, ദെൻ സെക്കൻഡ് പോയിന്റ്. അടുത്ത ആക്സിസ് കൊടുക്കാൻ പോകുന്നത് സെൻറ്ററിൽ നിന്നാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ആർക്ക് എന്നുള്ളതാണ്. എലിപ്റ്റിക്കൽ ആർക്ക് എടുത്തു. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. സെൻറ്ററിൽ നിന്നുള്ള അടുത്ത ആക്സിസിൻ്റെ ഹൈറ്റ് കൊടുത്തു.
ഇവിടെ നിന്നാണ് കട്ട് ചെയ്യാനുള്ളത്. ഇവിടെ നിന്നാണ് കട്ട് ചെയ്യണമെങ്കിൽ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ഇതിന് ക്ലോക്ക് വൈസിൽ കട്ടായിക്കൊണ്ടിരിക്കും. ക്ലിയർ? മേ ബി അടുത്ത ഓപ്ഷൻ എലിപ്റ്റിക്കൽ ആർക്കിൽ എനിക്ക് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യാനുള്ള സെൻറ്റർ പോയിന്റ് ആണെങ്കിൽ എലിപ്റ്റിക്കൽ ആർക്ക് എടുക്കുമ്പോൾ സെൻറ്റർ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ദെൻ സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻറ്റർ പോയിന്റ് ആണ്. സെൻറ്റർ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്, ദെൻ സെക്കൻഡ് പോയിന്റ്. ഇവിടെ നിന്ന് കട്ടാവണം ആ പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ക്ലോക്ക് വൈസ് കട്ട് ചെയ്യുക. ഓക്കെ.